ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹ ജീവിതം തുടങ്ങിയതിന് ശേഷമോ അതിനു മുൻപോ ഉണ്ടായ മാനസിക തകർച്ചകളോ അതുമൂലമുണ്ടായി വന്ന ഭയമോ കാരണം വിവാഹ ജീവിതത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാൻ പറ്റാതെ, എന്നാൽ ഒരാളോടും തുറന്നു പറയാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. നിങ്ങളും പങ്കാളിയുമായുള്ള ബന്ധം ആരോഗ്യകരമായാണോ പോകുന്നത്, അതോ ആർക്കോ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ഈ വീഡിയോ കണ്ട ശേഷം ഒന്ന് ആലോചിക്കണം കേട്ടോ. നമ്മുടെ ജീവിതവും സന്തോഷ ദുഃഖങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരാളെ കറക്റ്റായി കിട്ടുന്നത് ജീവിതാവസാനം വരെയുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ലഭിക്കാതെ പോകുന്ന കരുതലും സ്നേഹവും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ വലിയ മതിലാണ്. അതിൻ്റെ കൂടെ അവഗണനയും കൂടി ആയാൽ ചിലപ്പോൾ അത് മനസ്സിൽ ആഴത്തിൽ മുറിവായി മാറിയേക്കാം. മുറിവേറ്റ ഹൃദയം ഭയത്തിൻ്റെ കൂടാരമാണ്. എന്തെല്ലാം ഭയങ്ങളാവും ഇങ്ങനെയുള്ളവരെ അലട്ടുന്നത്? ഞങ്ങളുടെ ഈ ബന്ധം അവസാനം വരെ നിലനിൽക്കുമോ? എന്നെ എൻ്റെ പാർട്ട്ണർ ചതിക്കുമോ? എന്നെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു ഭർത്താവാണെങ്കിൽ ആലോചിക്കുന്നത് എന്നെ അവൾക്ക് ശരിക്കും ഇഷ്ടമാണോ? ഞാനൊരു നല്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണോ? എനിക്കൊരു നല്ല ജോലിയില്ലല്ലോ, സൗന്ദര്യവും കുറവാണ്, എൻ്റെ ആൾക്ക് വേറെ ആരെങ്കിലുമായി റിലേഷൻ ഉണ്ടോ? ഈ വക ചിന്തകൾ നിങ്ങളെ തുടർച്ചയായി വലയ്ക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. ഇതിനെയാണ് റിലേഷൻഷിപ്പ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ആരോടും പറയാതെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നവയായിരിക്കും. റിലേഷൻഷിപ്പ് ആങ്സൈറ്റിയുടെ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ സുരക്ഷിതത്വം തോന്നാത്ത അവസ്ഥയാണ്. അതായത്, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ വിവാഹം കഴിച്ചത്? ഞാൻ ഒന്ന് മാറി നിന്നാൽ എന്നെ ഓർമ്മിക്കുമോ? എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ പാർട്ട്ണർ ഒപ്പം ഉണ്ടാവുമോ? തുടങ്ങിയ അനേകം ചോദ്യങ്ങൾ ഉള്ളിൽ മാറി മാറി വരുന്ന അവസ്ഥ. ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ വെറുതെ ഉണ്ടാവുന്നതാവില്ല. ഒന്ന് കെയർ ചെയ്താൽ അല്ലെങ്കിൽ അല്പനേരം കൂടെ ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ കാണുകയുള്ളൂ. എന്നാൽ പലരും വിവാഹം കഴിഞ്ഞാൽ പങ്കാളിയോട് സ്നേഹത്തിൽ സംസാരിക്കുകയോ ഒന്ന് അടുത്തിരിക്കുകയോ ചെയ്താൽ എന്തോ നാണക്കേടാണെന്ന് കരുതുന്നവരാണ്. കാണുന്നവരെന്ത് വിചാരിക്കും എന്നതായിരിക്കും ഇവരുടെ പ്രശ്നം. ഇതിൽ നിന്നൊക്കെയാണ് പങ്കാളിക്ക് ഈ സുരക്ഷിതത്വം ഇല്ലായ്മ തോന്നി തുടങ്ങുന്നത്. പല കാര്യങ്ങളിലുമുള്ള തൻ്റെ പങ്കാളിയുടെ അനാവശ്യമായ നിയന്ത്രണവും വിവാഹബന്ധത്തെ ബാധിക്കാം. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ചിലരോട് മിണ്ടാനോ ചില സ്ഥലത്ത് പോകാനോ ചില ഡ്രസ്സ് ഇടാനോ സമ്മതിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്ക് സ്വയം തീരുമാനമെടുക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുക, അവരെ ഉപദ്രവിക്കുക, കരയിപ്പിക്കുക തുടങ്ങിയവ ചില ആളുകളുടെ ഹോബിയാണ്. എന്നാൽ മറ്റവസരങ്ങളിൽ ഇവരോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നതിനാൽ ഈ തരത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങളെ ആരെയും അറിയിക്കാതെ സഹിക്കാൻ ഇവർ തീരുമാനിക്കുകയാണ്. ഇവരുടെ ഈ സഹനം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളിയെ സ്നേഹം കൊണ്ട് മൂടി അടിമപ്പെടുത്തി വയ്ക്കാൻ ചിലർക്കൊരു പ്രത്യേക മനസ്സാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. വേദനിപ്പിക്കുന്ന ആളെ മാത്രമല്ല, വേദന തിന്നും ഞാൻ കൂടെ ജീവിക്കുമെന്ന് തീരുമാനിച്ചവർക്കും അത്യാവശ്യം നൽകേണ്ട ഒന്നാണ് കൗൺസിലിംഗ്. ഇവർ രണ്ടുപേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മെന്റൽ ട്രോമയ്ക്ക് അടിമകളാണ്. സ്വന്തം പാർട്ട്ണറെ വിശ്വാസമില്ലാത്ത, അവർക്ക് നമ്മോടുള്ള സ്നേഹത്തെ സംശയത്തോടെ നോക്കുന്ന അവസ്ഥയാണ് മറ്റൊന്ന്. അവർ എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിവ് നിരത്തേണ്ടി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണിത്. ഈ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? ഒരു തരത്തിൽ ആ ഒരു രീതി. അവരെന്തോ മറയ്ക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ തോന്നൽ. തൻ്റെ പങ്കാളിയെ ഒരു തരത്തിലും തൻ്റെ വിശ്വസ്തതയും സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ശരിക്കും കഷ്ടമാണ് ഒരു തരത്തിൽ ഇവരുടെ കാര്യം. ഇങ്ങനെയുള്ള പങ്കാളികൾക്ക് ആവശ്യം ശരിയായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് അവരുടെ സ്നേഹമോ ഓവറായിട്ടുള്ള കെയർ പ്രതീക്ഷിക്കലോ ഒന്നുമല്ല. ഇത് മനസ്സിൻ്റെ ഒരു തരത്തിലുള്ള രോഗാവസ്ഥ തന്നെയാണ്. മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിക്കരുത്. മറ്റുള്ളവർ എന്തും ചിന്തിച്ചോട്ടെ, ജീവിതം നിങ്ങളുടേതാണ്. ഒരുമിച്ച് തന്നെ പോയി ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ തന്നെ കാണുക. അവർ റെഫർ ചെയ്യുന്നെങ്കിൽ മാത്രമേ മെഡിസിൻ എടുക്കേണ്ടതിനായി ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതുള്ളൂ. ഇണയെ വല്ലാതെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ഇനി പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ മടിയാണ്, അല്ല പേടിയാണ്. എന്തെങ്കിലും വാങ്ങേണ്ടി വന്നാൽ പോലും തൻ്റെ പാർട്ട്ണർ ഇല്ലാതെ പോകില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊന്നും കൂടാതെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലോ മെസ്സേജിന് മറുപടി തന്നില്ലെങ്കിലോ എന്നും വരുന്ന സമയത്ത് ആളെ കണ്ടില്ലെങ്കിലോ ഉണ്ടാകുന്ന ഒരു തരം ടെൻഷൻ. തൻ്റെ പാർട്ട്ണർ എന്നെ മറന്നു എന്നാണ് ഇവരുടെ വിചാരം. എന്നെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവർ താമസിക്കുകയാണ് എന്നൊക്കെയും ചിലപ്പോൾ ഇരുന്ന് ചിന്തിച്ചു കളയും. ജോലി ചെയ്ത് മടുത്തു വരുന്ന ഉടനെ ചോദ്യം ചെയ്യലും കരച്ചിലുമായി ഇവരുടെ സ്വൈര്യം കെടുത്തുകയും ചെയ്യും. ഇനി ഭാര്യ ജോലിക്ക് പോവുകയും ഭർത്താവ് വീട്ടിലിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിലോ വന്നു കയറി ഉടനെ അരിശപ്പെടലും ദേഹോപദ്രവവും വരെ സഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്നവർ തങ്ങൾക്ക് എന്തെങ്കിലും മനോവൈകല്യമുണ്ടെന്ന് തികച്ചും സമ്മതിക്കാത്തവരായിരിക്കും. അതിനാൽ തന്നെ ഇവരുടെ പങ്കാളികൾ ജീവിതകാലം മുഴുവൻ സഹിച്ചു കഴിയേണ്ടി വരുന്നു. മക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് ഒരു ജീവിതം മുഴുവൻ മനസ്സമാധാനം നശിച്ച് മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ വല്ലാത്ത മാനസികാവസ്ഥയിൽ സഹിച്ച് ജീവിക്കുന്നവർക്കും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തീർച്ചയായും ആവശ്യപ്പെടാം. മനോനില തെറ്റിയവർക്ക് വേണ്ടിയുള്ളവരല്ല സൈക്കോളജിസ്റ്റുകൾ. മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തരാനും ഇവർക്ക് പരിശീലനം നല്ലതായിട്ടുണ്ട്. സ്വന്തം പങ്കാളിയെ പ്രീതിപ്പെടുത്താൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അടുത്തത്. തൻ്റെ ആൾ തന്നെ ഉപേക്ഷിച്ച് പോയാലോ എന്ന ഭയത്താൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അറിഞ്ഞു വെച്ച്
ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആ വ്യക്തിയിൽ നിന്നും ആവശ്യത്തിന് സ്നേഹം ലഭിക്കാതെ വരുമ്പോഴാണ് മിക്കപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. എന്ത് ചെയ്താലാണ് അവർ തന്നെ ഇഷ്ടപ്പെടുക എന്ന കഠിന ശ്രമമാണ് ഇതിന് പിന്നിൽ. താൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരാൾ മറ്റേയാളെ എപ്പോഴും പ്രീതിപ്പെടുത്തേണ്ട അവസ്ഥ, അതായത് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക എന്ന ആശയം. നമ്മുടെ സമയം, നമ്മുടെ എനർജി, അങ്ങനെയെല്ലാം. അവസാനം നമ്മെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കാതെ അയാൾ പോകുന്നതിൽ നിന്നും പിന്നീട് റിലേഷനിൽ വെറുപ്പുണ്ടായേക്കാം. ഞാൻ എന്ന വ്യക്തി പൂർണ്ണമായും മറ്റൊരാളുടെ ഇഷ്ടത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നുവെന്ന് അയാൾ മനസ്സിലാക്കി തുടങ്ങും. നമ്മുടെ ഇഷ്ടങ്ങളെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച് അയാൾ പറയും പോലെ മാത്രം നടക്കാനും പെരുമാറാനും ശീലിച്ച വെറും ഒരു പാവയെ പോലെ. ഈ വക ചിന്തയും റിലേഷൻഷിപ്പ് ട്രോമയായി മാറും. സ്നേഹം എത്ര ശ്രമിച്ചാലും പിടിച്ചു വാങ്ങാൻ കഴിയില്ല എന്ന സത്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക തന്നെയാണ് ഇക്കൂട്ടർ ചെയ്യേണ്ടത്. നമ്മുടെ തലച്ചോർ പറയുന്നത് എന്തും വിശ്വസിക്കുന്ന മനസ്സാണ് മനുഷ്യനുള്ളത്. എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്നേഹം നേടാനാവൂ എന്ന് നാം ബുദ്ധിയിൽ പലതവണ പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് അതിനനുസരിച്ച് ചിന്തകളാൽ നമ്മെ ഭാരപ്പെടുത്തും. അങ്ങനെ ചെയ്യുന്നതല്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ പങ്കാളിക്ക് ഇഷ്ടം, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് തുടങ്ങിയ 100 ചിന്തകൾ. എന്നാൽ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ, എത്ര ശ്രമിച്ചാലും സ്നേഹം, പരിഗണന ഒക്കെ അവർക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് മാറി ചിന്തിച്ചാലോ? ഞാൻ ദിവസവും എൻ്റെ കടമകൾ ചെയ്യും, സന്തോഷത്തോടെ തന്നെ. മറ്റാരും സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ലെങ്കിലും ഞാൻ എന്നെ പരിഗണിക്കും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം മാറ്റിവെക്കും. അതായത് പാട്ട് കേൾക്കാം, എഴുതാം, വായിക്കാം, നൃത്തം പഠിക്കാം, പുതിയ ഭാഷ പഠിക്കാം, തയ്യൽ, കുക്കിംഗ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഒരു മൊബൈൽ കയ്യിലില്ലേ? ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ. കൂടെ വേണമെങ്കിൽ കുറച്ച് പച്ചക്കറിയും ചെടിയും നടാം. അവയുടെ വളർച്ച നോക്കിക്കാണുന്നത് മനസ്സിനൊരു റിലാക്സേഷൻ തന്നെയാണ്. നിങ്ങളുടെ സമയം നന്നായി ഉപയോഗിച്ചു തുടങ്ങൂ. സ്നേഹവും കരുതലുമായി അവർ ഒപ്പം കൂടും. നിങ്ങളുടെ ബന്ധത്തെ വല്ലാതെ നിരീക്ഷിക്കുന്ന അവസ്ഥയാണ് അടുത്തത്. ഒന്നിച്ചുള്ള ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന ഓരോ കുഞ്ഞു കാര്യത്തിനും സ്വയം പഴി ഏറ്റെടുക്കുന്ന അവസ്ഥ. പഴയ കാര്യങ്ങൾ ഓരോന്നാലോചിച്ച് സ്വയം തെറ്റുകാരി അഥവാ തെറ്റുകാരൻ എന്ന് വിധി പറയുന്ന ഒരു സിറ്റുവേഷനാണിത്. ഞാൻ ക്ഷമ ചോദിക്കണം, അതാണ് ശരി എന്ന തീരുമാനത്തിൽ എത്തി വെറുതെ ആദി പിടിക്കുന്ന ഒരവസ്ഥ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയതോ, ഫോൺ ബെല്ലടിച്ചത് കേൾക്കാതെ മിസ് കോൾ ആയതോ തുടങ്ങി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരുടെ ബന്ധം അവസാനിക്കുന്നതിന് കാരണമാകുമോ എന്നുള്ള പേടി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണിത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ഉറപ്പ് കൂടെ കിട്ടിയിട്ടും ഭയം വിട്ടുമാറാത്ത ഒരു തരം അവസ്ഥയാണിത്. ഒരു പക്ഷേ വിവാഹ ജീവിതത്തിലോ അതിനു മുന്നെയോ ആരെങ്കിലും ചെയ്ത തെറ്റുകൾക്ക് പഴി ചാരപ്പെട്ട് നാണം കെട്ടുനിന്ന വേദന ഉള്ളിലുള്ളത് കൊണ്ട് സ്വയം പഴി ഏറ്റെടുക്കുന്നവരാകാം ഇക്കൂട്ടർ. എന്നാൽ ചെയ്ത തെറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കാലക്രമേണ ഈ ട്രോമയിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാം. ഇവർക്ക് തനിയെ സാധിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ഫാമിലി കൗൺസിലറിനെ കൺസൾട്ട് ചെയ്യാൻ ഒട്ടും മടി വിചാരിക്കരുത്. നിങ്ങളുടെ ജീവിതമാണ്. നാം എന്ത് ചെയ്താലും കുറ്റം പറയാനും കളിയാക്കാനും മാത്രമേ ചുറ്റും ആളുണ്ടാകൂ. സന്തോഷം വേണ്ടത് നിങ്ങൾക്കാണ്, അത് മാത്രം മറക്കാതിരിക്കുക. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയമാണ് അടുത്തത്. അതായത് പങ്കാളിയെ ഞാൻ സ്നേഹിച്ചു പോയാൽ പിന്നീട് ഞാൻ വിഷമിക്കേണ്ടി വന്നാലോ എന്ന ഭയം മൂലം അവരിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്ന അവസ്ഥ. ഭാര്യയോ ഭർത്താവോ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നതും ഉപേക്ഷിച്ചു പോകുന്നതുമായ കഥകൾ കേൾക്കുന്നതിൽ നിന്നും മറ്റുമുണ്ടാകുന്ന ഭയവും ഇതിന് കാരണമായേക്കാം. ചെറുപ്പത്തിൽ കുടുംബത്തിൽ അനുഭവിച്ചതോ കണ്ടു വളർന്നതോ ആയ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കൊണ്ടും ഈ ഭയം ഉണ്ടാവാം. ഈ അവസ്ഥയും നല്ലൊരു കൗൺസിലറുടെ സഹായത്തോടെ എളുപ്പത്തിൽ മറികടക്കാവുന്നതാണ്. അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യം തെറ്റായ ജീവിതത്തിൽ നടക്കാൻ മനസ്സ് കാത്തിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് ആൻസൈറ്റി ഉള്ളവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിരിഞ്ഞു പോകാം എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ. ജീവിതത്തിലെ ഒരു നിമിഷം പോലും സന്തോഷിക്കാൻ ഇവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണിത്. പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത, ഓരോ നിമിഷവും എങ്ങനെ സ്വന്തം പങ്കാളിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ആലോചിച്ച് ജീവിക്കാൻ മറന്നു പോകുന്ന അവസ്ഥ. ഇതിന് ഫാമിലി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഈ പ്രോബ്ലം അനുഭവിക്കുന്നയാൾ തനിയെ ഒരു കൗൺസിലറെ കാണുകയോ ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാവും. പ്രശ്നങ്ങൾ വളർത്തിയെടുക്കാൻ എളുപ്പമാണ്, എന്നാൽ കണ്ടെത്തി പരിഹരിക്കാൻ ഒരു ഉറച്ച തീരുമാനം തന്നെ വേണ്ടിവരും. ജീവിതം നമ്മുടേതാണ്. സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലയിടത്ത് നമ്മുടെ മനസ്സിനെ തോൽക്കാൻ പഠിപ്പിക്കുക തന്നെ വേണം. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിത പങ്കാളി കൂടെ ഇല്ലാത്ത നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ വല്ലാത്ത ആശ്വാസമാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നാൽ തീർച്ചയായും ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. ഭയപ്പെട്ട് പാർട്ട്ണറുടെ കൂടെ ജീവിക്കുന്നവർ ഏതവസ്ഥയിലുള്ളവരാണെന്നാണ് ഇനി പറയുന്നത്. അവർക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. സ്വന്തമായി നെഗറ്റീവ് ഇമേജ് ഉള്ളവരായിരിക്കും. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സപ്പോർട്ട് കുറവായിരിക്കും ഇവർക്ക്. തീർച്ചയായും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരായിരിക്കും. ഇവർ മനക്കെട്ടി കുറഞ്ഞവർ അല്ലെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം കുറഞ്ഞവരായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മനോവേദനകൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. പൂർണ്ണമായും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാൽ ഈ ബന്ധത്തിൽ നിന്ന് മാറാനോ സ്വയം മുന്നോട്ട് പോകാനോ അവർക്ക് സാധിക്കുകയില്ല. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഹെൽപ്ലെസ് ആയി ഇവർ നിന്നു പോകുന്നു. എന്നാലോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന ജീവിത പങ്കാളിയുടെ തുടരെയുള്ള വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് മിക്കവരും. എത്രമാത്രം വേദനിപ്പിച്ചാലും അവസാനം നീ പോയാൽ പിന്നെ ഞാനില്ല എന്ന ഒറ്റ ഡയലോഗിൽ തടഞ്ഞു നിൽക്കുന്നവരാണ്
നടുക്കടലിൽ പെട്ടുപോയ അവസ്ഥയിലുള്ള പലരും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? വ്യക്തമായി ഒരിക്കൽ കൂടി പറയട്ടെ, ആശ്വാസവചനങ്ങളോ സ്നേഹപ്രകടനങ്ങളോ അവരെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഇല്ല. ഒരു നല്ല കൗൺസിലറെയാണ് അവർക്ക് ആവശ്യം. മടിക്കരുത്, താമസിപ്പിക്കുകയും അരുത്. അവരുടെ മനസ്സിന് ശക്തി പകരാൻ അവരെ സഹായിക്കേണ്ടത് ഒരു പങ്കാളി എന്ന നിലയിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ കടമയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ രണ്ടുപേരുടെയും പ്രശ്നമാണെങ്കിൽ രണ്ടുപേരെയും കൂട്ടി ഫാമിലി കൗൺസിലിംഗ് തന്നെ ചെയ്യണം. ആരുടെയും അഭിപ്രായമോ അനുവാദമോ അല്ല, നിങ്ങളുടെ ജീവിതമാണ് പ്രധാനം. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണേ. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്